ഹലോ, നമ്മുടെ മഴ തോരും മുൻപേ സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ചിട്ട് വേണം കയറാം കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ ഒക്കെ ഒരു എൻഗേജ്ഡ് ആയിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അധികം ബോറൊന്നും അടുപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ ടൈമിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരുന്നത് നിങ്ങൾ വേറൊന്നും കരുതല്. നമുക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോ പ്രൊമോ അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ പറയാൻ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് ഊഹാഭോഗങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊമോ വേണ്ടേ എനിക്ക് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ടൈമിലൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ 2 മക്കളെയും കൊണ്ട് ആ ഒരു റിസോർട്ടിലോട്ട് റൂം എടുക്കുകയാണ്. പക്ഷേ 2 കുട്ടികളും ഹൃദയം തകർന്നിരിക്കുകയാണ്. നമ്മുടെ അലീനയാണെങ്കിലും അങ്ങനെ ഒരവസ്ഥ. കുഞ്ഞു മനസ്സാണെങ്കിലും കൃഷ്ണൻ്റെ കുട്ടിക്ക് ഒന്നും മനസ്സിലാവണില്ല. എന്ന് വെച്ചാൽ ഒരു വശത്ത് അങ്കിളും അമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ട് അലീന ചേച്ചീനെ പുറത്താക്കി. വീണ്ടും അച്ഛൻ അലീന ചേച്ചീനെയും കയറ്റി വീണ്ടും നമ്മളിപ്പോൾ വന്ന് റൂം എടുത്തേക്കണു. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ പല ചിന്തകളാണ്. ഇനിയിപ്പോൾ വീണ്ടും അച്ഛൻ അലീന ചേച്ചീനെ കൊണ്ടുവരുമ്പോൾ വീണ്ടും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ അച്ഛൻ ഇത് എന്തുദ്ദേശിച്ചാണ് എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ആ കുഞ്ഞു മനസ്സ് ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ട് അവളിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ആദ്യം അലീനയുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്ത് തീരുമാനിച്ചു? ഞാൻ എന്ത് പറയാനാ, എന്താണെങ്കിലും സാറ് പറയും പോലെയല്ലേ എനിക്ക് ഇനി പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ അലീന സംസാരിക്കുന്നുണ്ട്. നീ ആ ടെൻഷനൊക്കെ വിട്, ഒന്ന് റിലാക്സ് ആവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയും നേരത്തിനിടയിൽ പോലും കൃഷ്ണമോളും അലീനയും തമ്മിൽ പരസ്പരം അവർ സംസാരിക്കുന്നില്ല. അപ്പോൾ ബാലേന്ദ്രന് സംഭവം മനസ്സിലായി. വേറൊന്നുമല്ല, അവർക്ക് രണ്ടുപേർക്കും വിദ്വേഷ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടുപേർക്കും മിണ്ടാനൊരു ഇതുപോലെ. യഥാർത്ഥത്തിൽ അലീനയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് കൃഷ്ണമോളെ. അതുപോലെ തന്നെ സ്വന്തം ബബിതേനെക്കാട്ടിലും ഒരുപാട് ഇഷ്ടമാണ് അലീനേനെ. അതാണ് രണ്ടുപേരുടെയും ക്യാരക്ടർ. പിന്നെ ഇങ്ങനത്തെ ഒരു പ്രശ്നം മുൻപിൽ ഇങ്ങനെ കാണുമല്ലേ. അപ്പോൾ 23 ഒരു 10, 15, 14, 13 വയസ്സുള്ള ഒരു കുട്ടിക്കൊക്കെ അതിൽ കൂടുതൽ എന്ത് ചിന്തിക്കാനാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഉള്ളിൽ ആ ഒരു ഇതാണ്. അപ്പോൾ ബാലേന്ദ്രൻ എന്നിട്ട് അലീനയുടെ അടുത്ത് സംസാരിച്ച് കൃഷ്ണമോളുടെ അടുത്ത് പറയുന്നുണ്ട്, മോള് ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചേക്കല്ലേ, അവരാരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. ആര് വിളിക്കാനാ? അല്ല, അമ്മയൊക്കെ ടെൻഷൻ അടിക്കില്ലേ, നമ്മളെവിടെയാണ് എന്താണെന്നൊന്നും അറിയാണ്ട് ടെൻഷൻ അടിക്കട്ടെ. എന്തായാലും ഇന്ന് ഞാൻ മൊബൈൽ ഓൺ ചെയ്യുന്നില്ല, നാളെ ഓൺ ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിക്കാം. മോള് കിടന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോൾ കിടക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അലീന ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് തറയിൽ വിരിച്ച് കിടക്കാൻ നോക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്ത് പുറപ്പാടാണ്? അല്ല, സാറും കൃഷ്ണമോളും അവിടെ കിടന്നോ, ഞാനിവിടെ കിടന്നോളാമെന്ന്. എനിക്ക് നീയും കൃഷ്ണമോളും ഒരുപോലെ തന്നെയാണ്, അത് വലിയ ബെഡ് തന്നെയാണ്, നീയും അവിടെ കിടന്നോ, കൃഷ്ണമോൾ കിടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് നീ കിടന്നോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിടക്കുകയാണ്. രണ്ടുപേരും കിടക്കണമെങ്കിലും പരസ്പരം ഒന്ന് നോക്കിയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ എന്തൊക്കെയോ കുറച്ച് വർക്ക് ലാപ്ടോപ്പിൽ എടുക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാലചന്ദ്രനും കിടക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴോ ബാലചന്ദ്രൻ ഉറങ്ങി അങ്ങ് കിടക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അതിനിടയിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു വീട്ടിലെത്തുന്നു. കൈതക്കൽ വീട്ടിലെത്തുകയാണ്. അപ്പോൾ മനുവിൻ്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മനുവിൻ്റെ അനിയത്തി ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ അറിഞ്ഞില്ല ഇവിടുത്തെ വിശേഷങ്ങൾ? അവിടെ അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല, നെടുമ്പുരയ്ക്ക് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി വരുമ്പോൾ രാജീവ് അവിടെ ഇരിക്കണം. അപ്പോൾ അങ്കിളെ എന്തായി പോയ കാര്യങ്ങളൊക്കെ? ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ എന്തായാലും പെർഫെക്റ്റായിട്ട് ചെയ്തു എന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് രാജീവും ഹരിയും. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, ഞാൻ ഹരിയും കൂടെ പോയിരുന്നു. അപ്പോൾ ഹരിയോ, എവൻ എന്തിനാ പോയത് എന്നിങ്ങനെ മനു ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പോയി, എൻ്റെ പെങ്ങളുടെ കാര്യമല്ലേ, എനിക്കങ്ങനെ കളയാൻ പറ്റില്ല, എൻ്റെ അനിയത്തിയുടെ കാര്യമാണല്ലോ വായിച്ച, അവളുടെ കാര്യം എനിക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, അത് അവളെ പിടിച്ച് ഞങ്ങൾ കയ്യെ പിടിച്ച് പുറത്താക്കി റോഡിലോട്ട് കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ മനു അന്താളിക്കുകയാണ്. അവൾ അങ്ങനെ അത്രയും ഇതായിട്ട് ഇത്രയും നാൾ അവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത ഒരു ഹോം നേഴ്സ്, ഒരു സെർവൻ്റ് എന്ന പരിഗണന പോലും കൊടുക്കാണ്ട് ആ പെൺകുട്ടിയോട്
ഇത്രയും നീചമായിട്ട് ആൻറ്റി ഉൾപ്പെടെ പെരുമാറിയെന്നറിഞ്ഞിട്ട് മനുവിന് എന്തോ ഒരു വല്ലാത്ത ഫീലിങ്സ് ആയിപ്പോയി. എന്നിട്ട് മനു പറയുന്നുണ്ട്, അങ്കിൾ അപ്പോൾ അങ്കിൾ ഇതൊന്നും അറിഞ്ഞില്ലേ, നിങ്ങൾ ചെയ്ത ബാലേന്ദ്രൻ അങ്കിൾ അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അവളെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ കാറ് കൊടുത്തോണ്ട് അതിൻ്റെ തൊട്ട് പുറകെ ഡ്രസ്സും ഒക്കെ ആയിട്ട് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ കൃഷ്ണമോളും കൂടെ ചാടി കയറി. അപ്പം മനുവിനൊന്നും മനസ്സിലാവണ്ട. ഇതാണോ നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞത്? ആ കുടുംബത്തിലെ ഗ്രഹനാഥനും മോളും ഇറങ്ങിപ്പോവുകയും ചെയ്തു അതിൻ്റെ ഒപ്പം. ഇതിൽ നിങ്ങൾ എവിടെ വിജയിച്ചു എന്ന് അങ്കിളെ പറയണേന്ന് ചോദിച്ചു. അങ്കിള് നിങ്ങൾ മണ്ടത്തരമല്ല ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കണത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹരിക്ക് അവളെ നിന്ന് ഒരു കീറ് കിട്ടിയ കാര്യവും നമ്മുടെ മനു അറിയാണ്. അപ്പോൾ മനു ഇരുന്നുകൊണ്ട് പറഞ്ഞു, അവന് 2 കിട്ടിയെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്കിളിനറിയോ, അലീന ഒരാൾ നാളെ വിചാരിക്കുകയാണെങ്കിൽ ഈ ഹരി നാളെ ജയിലിൽ കിടക്കും. അപ്പോൾ കമല ആകെ പേടിക്കണം. കാര്യം യവൻ ചെയ്ത ക്രൂരകൃത്യം അങ്ങനത്തെ ആണല്ലോ നമ്മുടെ ഹരിയും രോഹിത്തും കൂടെ ചെയ്തത്. അതുകൊണ്ട് വലിയ നിങ്ങളിപ്പൊന്നും നീ കാണിക്കേണ്ടെന്ന് നമ്മുടെ ഹരിയുടെ അടുത്ത് മനു പറയുന്നുണ്ട്. എന്നിട്ട് രാജീവ് അങ്കിളിനോട് ചോദിച്ചു, അങ്കിളെ അനിയത്തിയുടെ കാര്യമൊക്കെ ഇടപെട്ടുള്ളൂ, അങ്കിൾ തിരിച്ച് റിട്ടേൺ പോകുന്നില്ല എന്നുള്ള തീരുമാനിച്ചിട്ടാണോ? അങ്കിളൊന്ന് നോക്കിയേ, മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവരുടെ സെർവൻ്റ് ഒരു പെൺകുട്ടിയാണ് കൈക്ക് പിടിച്ച് റോഡിലോട്ട് തള്ളി വിടുക എന്ന് പറഞ്ഞാൽ അവളൊരു കേസ് കൊടുത്താൽ അങ്കിളൊന്ന് ആലോചിച്ച്. ആ വീട്ടിൽ ഉടമസ്ഥനായ ബാലേന്ദ്രൻ അങ്കിൾ ഒരു കേസ് കൊടുത്ത് അങ്കിളിൻ്റെ തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് ഒന്നും പിന്നെ എടുക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജീവിന് ആകെ അങ്ങൊരു ടെൻഷൻ ആവുകയാണ്. ശരിയാണല്ലോ, ചെയ്തത് മണ്ടത്തരം ആയി പോയോ എന്നുള്ളൊരു വിചാരമൊക്കെ വരികയാണ്. അപ്പം മനു പറഞ്ഞു, ഞാൻ തുടക്കത്തിൽ തന്നെ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ഗംഗാധരൻ അങ്കിളിനെയും കൂടെ വിളിച്ചിട്ട് ഇതെന്താണ് ഇതിൻ്റെ കാര്യവിവരങ്ങളെന്ന് തിരക്കി അങ്കിളിൻ്റെ ആൻറ്റിയുടെ ഇടയ്ക്ക് എന്തോ ഒരു മൈന്യൂട്ടായിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട്, അത് വളരെ സ്ട്രോങ് ആണ്. എന്തായാലും അതെന്താണെന്ന് അറിഞ്ഞിട്ട് അത് പരിഹരിക്കാൻ നോക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ എനിക്കറിഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട്, എടാ മനു, നീ ഒരു കാര്യം ചെയ്യുക, നീ ഒന്ന് ബാലേന്ദ്രനെ വിളിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ഇവരിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിയെ കാണിക്കുകയാണ്. മനു മുത്തശ്ശീനെ ഒന്ന് വിളിക്കണം. അപ്പോൾ ആദ്യ കോള് മുത്തശ്ശിക്ക് ഫോൺ എവിടെയാണെന്ന് എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കോള് മുത്തശ്ശി ഫോൺ എടുത്തിട്ട് മനു ആണെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി അലീനെ എന്തെന്ന് ചോദിക്കുമ്പോൾ അലീന പോയി, നമ്മുടെ ഹരിയും രാജീവും കൂടെ വന്ന് അവളെ പുറത്താക്കി എന്ന് പറഞ്ഞു. അതിൻ്റെ പുറകെ ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ പോയി. ഇപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറഞ്ഞു, എന്നാൽ അലീന പോയപ്പോൾ മുത്തശ്ശിക്ക് ആ മൊബൈൽ അങ്ങ് കൊടുത്തു വിട്ടൂടെ? അത് നീ എനിക്ക് മേടിച്ചു തന്ന മൊബൈലല്ലേ, അവൾക്കല്ലല്ലോ. അത് മുത്തശ്ശി, അവളുടെ കയ്യിൽ വേറെ മൊബൈൽ ഇല്ലല്ലോ. ഞാൻ വേണമെങ്കിൽ മുത്തശ്ശിക്ക് വേറെ പുതിയത് നമുക്ക് വാങ്ങിയാൽ പോരെന്നാ. ഞാനത് ഓർത്തില്ലടാ മോനെ, എന്തായാലും അവൾ പോയി. അപ്പോൾ മനു പറഞ്ഞു, അങ്ങനെ അവൾ പോയി എന്ന് പറഞ്ഞ് മുത്തശ്ശി സമാധാനിക്കുന്നു വേണ്ട, ഇനി അങ്കിള് അതിൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇത് അതിന്മേ കുനുമേ കുരുവെന്ന് പറയുന്ന അവസ്ഥയാണ് വരുന്നത്. എന്തായാലും കൊള്ളാം, ശരിയെന്നാൽ ഞാൻ വെക്കുക എന്ന് പറഞ്ഞിട്ട് മനു കോള് വെക്കുകയാണ്. ബാലേന്ദ്രനെ വിളിച്ച് നോക്കണോ വേണ്ടോ എന്നുള്ളതാണ്. ബാലേന്ദ്രൻ്റെ ഫോണ് സ്വിച്ച് ഓഫുമാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. മനുവിനാകെ ടെൻഷൻ ആവുകയാണ്. ഇനി അലീന അങ്കിളിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമോ ഒന്നും അറിയില്ലല്ലോ നമുക്ക്. എന്തായാലും കൃഷ്ണമോൾ അങ്കിളിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അലീന അവിടെ നിന്ന് അവർ പിക്ക് ചെയ്തോ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ. ഇവർ പുറത്താക്കി അലീന ബാഗുമായിട്ട് ഇറങ്ങിപ്പോയി. അതിൻ്റെ പുറകെ ബാലേന്ദ്രൻ പോയി എന്ന് പറയണല്ലാണ്ട് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തു എന്നുള്ളത് അറിയില്ലല്ലോ, കൺഫേം അല്ലല്ലോ. അപ്പം മനു അത്രയും രാത്രിയാണെങ്കിലും നമ്മുടെ രേവതി കുട്ടി നമ്പർ തന്നിട്ടുണ്ടല്ലോ, മനുവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഫോണിൽ വിളിക്കുമ്പോൾ നമ്മുടെ ഗ്രേസ് അമ്മയാണ് എടുക്കുന്നത്. കാരണം രേവതിക്ക് ഇപ്പം പുതിയ മൊബൈൽ നമ്പറും ഒക്കെ ആണല്ലോ. പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന നമ്പർ ഗ്രേസ് അമ്മയുടെ ആയിരുന്നു. അപ്പം ഗ്രേസ് അമ്മ ഫോൺ എടുത്തിട്ട് പറയും, മനു പറഞ്ഞോളൂ. അയ്യോ ആൻറ്റി, രേവതി കുട്ടി ഉറങ്ങിയോ? എന്താ മനു, അവൾ ഉറങ്ങി, അവൾക്ക് മൊബൈൽ ഇപ്പം വേറെയാണ്, ഇത് എൻ്റെ മൊബൈലാണ്. അയ്യോ ആൻറ്റി സോറി കേട്ടോ എന്നൊക്കെ മനു പറയുന്നുണ്ട്. എന്താ വിളിച്ചേ പറഞ്ഞോളൂ മോനെ, എന്താ കാര്യം? അല്ല, അലീന അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞായിരുന്നു, വന്നു എന്നും മറ്റും അറിയാൻ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇല്ല, ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം, അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞായിരുന്നു അവൾ, അതുകൊണ്ട് ഞാൻ വിളിച്ചതാണെന്നൊക്കെ മനു ഇങ്ങനെ പതുക്കെ ഒറ്റയടിക്ക് കയറി പറയാൻ പറ്റൂലല്ലോ ഈ സീനൊന്നും. അപ്പോൾ ഗ്രേസ് അമ്മ പറഞ്ഞു, ഞാനും രേവതിക്കുട്ടി മാമച്ചനും കൂടെ അങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഇരുന്നപ്പോൾ അലീന മോള് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. പിന്നെ എന്ത് ചെയ്യാനാ? എന്തായാലും വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോനെ. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല ആൻറ്റി, ഞാൻ നാളെ വിളിക്കാം. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് നാളെ വിളിക്കാം.
വിളിക്കുമ്പം പറയും ഇപ്പോൾ എന്തായാലും ഇത്രയും സമയമായില്ലേ, അല്ല മോനെ ഞാൻ രേവതി കുട്ടീനെ കൊടുക്കണോ, വേണ്ട വേണ്ട അവൾ കിടന്നോട്ടോ ഉറങ്ങി കാണുമല്ലോ ഇത്രയും നേരം ആയില്ലേ, ഞാനൊന്ന് വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനു ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയും അലീനയും നമ്മുടെ കൃഷ്ണമോളെയാണ്. അപ്പം ഉറങ്ങിക്കിടന്ന ബാലേന്ദ്രൻ പെട്ടെന്ന് എപ്പോഴും എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയത്ത് നടുക്ക് കിടന്ന നമ്മുടെ കൃഷ്ണമോളെ കാണാനില്ല. നോക്കിയപ്പോൾ അവൾ കണ്ണാടിയുടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മാറി ജനലിൻ്റെ അവിടെ വിൻഡോയുടെ അവിടെ നിന്ന് വെളിയിലോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രന് മനസ്സിലായി മോൾക്ക് എന്തോ വലിയ പ്രയാസമുണ്ടെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ ആ കൃഷ്ണമോളെ അടുത്ത് ചെന്നിട്ട് മോളെ എന്ത് പറ്റി, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊന്നിനും പറ്റുന്നില്ല അച്ഛാ, എനിക്ക് ആകെ വിഷമം വരാ, സങ്കടം വരാ അച്ഛാ, എനിക്ക് പൊട്ടിക്കരയാൻ തോന്നുക അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഏങ്ങി കുറേ കരയാട്ടോ. വല്ലാത്തൊരു സീനൊക്കെ ആയിട്ടോ നമ്മളത് കാണുമ്പോൾ. കാരണം അവളുടെ ആ പ്രായത്തിൽ തൻ്റെ ആ കുടുംബം, തൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയ, ചേട്ടൻ അവരൊക്കെ അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ പോകുമ്പോൾ ആ ഒരു കുഞ്ഞു കുട്ടിയല്ലേ, അവൾക്ക് അതിനുള്ള പക്വതയായി വരുന്നേ ഇല്ലല്ലോ, അതിനൊരു വല്ലാത്ത പ്രയാസം. ബാലേന്ദ്രൻ എന്തോ പോലെ ബാലേന്ദ്രൻ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം പുറത്ത് പോയി ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയി അവർ ആ റിസോർട്ടിൻ്റെ കുറച്ച് മാറി ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു മോള് പറയാം, മോൾക്ക് എന്താണെങ്കിലും അച്ഛനോട് പറയാം. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ എന്തു പറ്റി, അച്ഛൻ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, 2-3 ദിവസം അച്ഛൻ പോണു, മദ്യപിക്കണു, പിന്നെ അച്ഛന് പാടില്ലാണ്ടാവണു, വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണു, അമ്മയായിട്ട് മിണ്ടുന്നില്ല, നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹവും ഇല്ല, അമ്മയ്ക്ക് ജയിക്കണമെന്ന് അമ്മയ്ക്ക് വാശി, തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്ന് അച്ഛനും. എന്താ ഞാൻ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്ത് ചെയ്യൂ അച്ഛാ, പണ്ടും അമ്മ ഈ സ്വഭാവം തന്നെ ആയിരുന്നല്ലോ, പിന്നെ എന്താണ് ഇപ്പോഴും. അപ്പോൾ അച്ഛനാണ് എല്ലാ കുറ്റവും അല്ലേ മോൾ, അച്ഛന് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്, എൻ്റെ 3 മക്കളിൽ നിന്നെ സംബന്ധിച്ച് നിനക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു മനസ്സുള്ളൊരു മോളാണ് നീ, നിന്നോട് ഞാനൊരു കഥ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പം പറയട്ടെ എന്ന് വയ്ക്കുമ്പോൾ അത് കേൾക്കാൻ നിനക്ക് ക്ഷമയുണ്ടോ എന്ന് ചോദിക്കും. അച്ഛൻ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ആ മോള് കരയാണ് കേട്ടോ, കൃഷ്ണമോള്. ബാലേന്ദ്രൻ ചങ്ക് പൊട്ടിയാണ് ആ കുട്ടിയുടെ മുന്നിൽ ഇരിക്കുന്നത്. അതായത് ഒരു കഥ തുടക്കം ഇങ്ങനെയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഒരു 10-12 വർഷത്തോളം ഒരു പെൺകുട്ടിയെ മനസ്സിൽ കരുതി സ്നേഹിച്ചു വന്നു. വലുതായി അവളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ത്യജിച്ച് അവളെ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ഉണ്ടായി. വർഷങ്ങൾ 10-20 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സത്യം ആ ആളറിയണം. അതായത് താൻ കല്യാണം കഴിച്ച ആ പെൺകുട്ടിക്ക് കല്യാണത്തിന് മുന്നേ വേറൊരു വ്യക്തിയുമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നും അവർ കുറേ നാൾ ഒരുമിച്ചായിരുന്നു എന്നും ആ പ്രണയത്തിൽ അവർക്കൊരു കുഞ്ഞുണ്ടായെന്നും ആ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു എന്നും ആ കുഞ്ഞിന്ന് വളർന്ന് ഏകദേശം ഒരു 10-20 വയസ്സായ ഒരു കുട്ടിയായെന്നൊക്കെയുള്ള ഒരു കഥയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ അന്തളിച്ച് കേട്ടിരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഈ കഥയിലെ ആ അച്ഛനാണ് ഈ ഞാനെന്ന് പറഞ്ഞു. കൃഷ്ണമോൾ അങ്ങ് നെടുവീർപ്പെട്ട് എഴുന്നേൽക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ് ഈ അച്ഛൻ പറയണത്, ഒരു ഇത് കിട്ടുന്നില്ല, എന്താണോ ഏതാണോ എന്നൊരു പിടുത്തം കിട്ടില്ല. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിക്കാനോ. മോള് ചോദിച്ചില്ല അച്ഛൻ 2 ദിവസം ആരോടും പറയാണ്ട് പോയെന്ന്. ഈ പറഞ്ഞ അച്ഛൻ നേരെ പോയത് വേറൊന്നുമല്ല, നീലഗിരിയിൽ ഗംഗാധരൻ അങ്കിളില്ലേ അവിടെ പോയത്. അയാളെ വായിൽ നിന്നും ഞാൻ ആ സത്യം ശരിയാണോ എന്ന് അറിഞ്ഞു. ഞാൻ അറിഞ്ഞ സത്യങ്ങളെല്ലാം ശരിയാണോ എന്ന് അയാൾ സമ്മതിച്ചു. എല്ലാവർക്കും അറിയാം, നിൻ്റെ മുത്തശ്ശിക്കറിയാം, രാജീവിനറിയാം, എല്ലാവർക്കും ഗംഗാധരനറിയാം, എല്ലാവർക്കും ഈ ഒരു കഥ അറിയാം. നിൻ്റെ അമ്മയെ ആ ഒരു ബന്ധം അതിലുണ്ടായ കുഞ്ഞിനെ എല്ലാം ഒളിപ്പിച്ചു വെച്ചാണ് അവരെന്നോട് ഈ വഞ്ചന ചെയ്തു. ആ അച്ഛൻ ഇനി എന്ത് ചെയ്യണം, ആത്മഹത്യ ചെയ്യണോ അതോ നിൻ്റെ അമ്മയെ ഇത് അറിയിക്കണോ? ഒരു പക്ഷേ ഇത് ഞാനോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞോ നിൻ്റെ അമ്മ അറിയുകയാണെങ്കിൽ നിൻ്റെ അമ്മ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവൾ ഈ ബന്ധം വേണ്ടാന്ന് വെക്കും. കാര്യം അവൾ എന്താണ് ഇതിൽ നടന്നതെന്നുള്ളത് അറിയില്ല. അവൾ ഒളിച്ചു വെച്ചേക്കുന്നതാണോ അതോ ഈ കുഞ്ഞിൻ്റെ കാര്യം അവളുടെ അടുത്ത് എന്താണോ പറഞ്ഞേക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ നിസ്സഹായനായ ഹൃദയം പൊട്ടിയ ഒരു അച്ഛനാണ് മോളെ നിൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ഇത് കേട്ടപ്പോൾ ആ കൃഷ്ണമോള് പൊട്ടി അങ്ങ് തകർന്നു. എൻ്റെ അച്ഛൻ ഇത്രയും വലിയൊരു സങ്കടം ഉള്ളിൽ കൊണ്ട് നടന്നാണോ എൻ്റെ അച്ഛൻ്റെ ഹൃദയം പൊട്ടിയത് എന്ന രീതിയിൽ അവൾ അങ്ങോട്ട് വാവിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അതുപോലെ ബാലചന്ദ്രനും ഒരുമിച്ച് അവർ രണ്ടുപേരും എന്ന് വെച്ചാൽ ഒരു അച്ഛൻ്റെ ഒരു മകളുടെ അവസ്ഥ നമ്മൾ ആ സമയത്ത് ചിന്തിക്കണം കേട്ടോ. ഭയങ്കര ഒരു ഇമോഷണൽ ആവണ ഒരു സീനാട്ടോ. എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. എൻ്റെ പ്രൊമോ കണ്ടിട്ട് നമുക്ക് ശരിക്കും സഹിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ബാലേന്ദ്രൻ പാവം അയാൾ എന്ത് ചെയ്യണം എന്നുള്ളത്, സ്വയം ആത്മഹത്യ ചെയ്യണം, അത് അവളെ
സ്വന്തം ഭാര്യയായ വൈജിയെ കൊല്ലണോ, എന്ത് ചെയ്യണമെന്നുള്ള അറിയില്ല. എൻ്റെ കുറേ കരഞ്ഞു കഴിഞ്ഞ ശേഷം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അലീന ചേച്ചിയല്ലേ, നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. അപ്പോൾ കൃഷ്ണമോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കല്ലേ, മുഖം നിവർത്തി പിടിച്ചിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, ആ കുട്ടി ആരാന്നാ നിൻ്റെ വിചാരം? നിൻ്റെ വീട്ടിൽ ഹോം നേഴ്സായിട്ട് വന്ന് നിങ്ങളുടെയൊക്കെ വീട്ടുജോലി ചെയ്തുകൊണ്ടിരുന്ന അലീനയാണ് നിൻ്റെ അമ്മ പ്രസവിച്ച് തെരുവിലെറിഞ്ഞ ആ പെൺകുട്ടി എന്നിങ്ങനെ പറയണതും കൃഷ്ണമോൾ ഇത്രയും താങ്ങിയതിനെക്കാട്ടിലും അപ്പുറമായിട്ടുള്ളൊരു സീനായി പോയിട്ടോ. നമ്മളത് ശരിക്കും നമുക്കത് ഭയങ്കര റിയലായിട്ടോ. ഈ മഴ തോരും മുമ്പേ സീരിയൽ ഞാൻ 2-3 സീരിയൽ 4 സീരിയലോളം പ്രമോ പറയണമെങ്കിൽ എനിക്ക് ഈ സീരിയലിൻ്റെ ആ ഒരു സീനൊക്കെ കണ്ട് ഭയങ്കര ഇമോഷനായി പോയിട്ടോ ഞാൻ. നമുക്ക് വല്ലാത്ത ഒരു ഫീലിങ്സാണ് മനസ്സിനൊക്കെ. ആ ഒരു സീൻ കണ്ടിട്ട് ആ കുട്ടി എന്ന് വെച്ചാൽ അവളുടെ ആ പ്രായത്തിൽ അവളെന്ന് വെച്ചാൽ അലീന ചേച്ചിയോ എന്നുള്ള രീതിയിൽ അവളിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു സീനോട് കൂടി വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ഇനി പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണിക്കുന്ന പ്രൊമോയിൽ മനു ബാലേന്ദ്രൻ ഫോൺ എപ്പോഴും ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ കോൾ എടുക്കുന്നുണ്ട്, എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ആയതുകൊണ്ടും നീ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പറയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെന്ന് പറയാമെന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇനി മനു ഇങ്ങോട്ട് വരുമോ അതോ അത് കൃത്യമായിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഇനി ഈ അലീനയുടെ കേസ് ഇനിയിപ്പോൾ അറിയുമോ എന്നൊന്നും അറിയില്ല. അതൊക്കെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മനു അറിയാതിരിക്കാൻ വഴിയില്ല. ഇനിയിപ്പോൾ മനു മിക്കവാറും ഇവരെ ഈ റിസോർട്ടിൽ വരികയും ആരും അറിയാണ്ട് തന്നെ വരും. കാരണം വെച്ചാൽ മനു അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളാണ്. എല്ലാവരെയും അറിയാം. അവൻ്റെ അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും അച്ഛനെയാണെങ്കിലും അങ്കിളൊക്കെ ആണെങ്കിലും അറിയാം. അപ്പോൾ ആ രീതിയിൽ നിൽക്കും. അതിൻ്റെ ഇടയിൽ വൈജ ഇടയ്ക്കിടയ്ക്ക് രാജീവിനെ വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ബാലേന്ദ്രൻ എങ്ങാനും തിരിച്ച് വരാണ്ടിരിക്കുമോ, അപ്പോൾ ഇനി അവളെയും കൂട്ടിക്കൊണ്ടായിരിക്കുമോ വരണത് എന്നൊക്കെയുള്ള പല ചിന്തകളും വൈജയുടെ ഉള്ളിൽ കയറി വരുന്നുണ്ട്. രാജീവിനോട് പറയുന്നുണ്ട്. രാജീവ് സമാധാനിപ്പിച്ചൊക്കെ വൈജയനെ നിർത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞാനുണ്ടാകും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.